അല്ല, ഈ വിവാദങ്ങൾ മാത്രം പോരല്ലോ അല്ലേ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി വേണം. അതാണല്ലോ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷന്റെ പ്രഖ്യാപനം വന്നിരുന്നു. എന്തായി? പെൻഷൻ കൊടുത്തു തുടങ്ങിയോ? അതെ, ആ വാക്ക് പാലിക്കാൻ പോകുന്നു ഇടത് സർക്കാർ. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം തുടരുകയാണ്. 68 ലക്ഷം പേരുടെ കൈകളിലേക്ക് 3200 രൂപ വീതം ലഭിച്ചു തുടങ്ങുന്നു എന്നതാണ്. സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലാണ് കേരളം പെൻഷന്റെ 2 ഗഡുക്കൾ നൽകുന്നത്. ആ വിമർശനം ശക്തമായി നിലനിൽക്കുന്നതാണ്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന പല വിഷയങ്ങളിലും, ഈ വയനാട് വിഷയത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വിമർശനം ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൈപിടിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നതാണ്. പെൻഷൻ തുകയുടെ 90% സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ അന്ന പറഞ്ഞതുപോലെ 2 ഗഡു ഉണ്ട്. അത് കഴിഞ്ഞ തവണത്തെ കുടിശ്ശികയോടൊപ്പം ഈ മാസത്തെ പെൻഷനും അത് വിതരണം പുരോഗമിക്കുകയാണ്. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. 2 മാസം ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു. 2 മാസത്തെ പെൻഷൻ വന്നിട്ടുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാണ്. 3200 രൂപയുണ്ട്. 3200 രൂപയുണ്ട് കേട്ടോ. 68 ലക്ഷം പേർക്കാണ് സംസ്ഥാനം പെൻഷൻ നൽകുന്നത്. സഹകരണ ബാങ്ക് മുഖേന 36 ലക്ഷം പേരുടെ വീടുകളിലെത്തിയാണ് പെൻഷൻ നൽകുന്നത്. മറ്റുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് പെൻഷൻ ലഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഉപഭോക്താക്കൾക്കാണ് ഇന്നു മുതൽ പെൻഷൻ നൽകി തുടങ്ങിയത്. പിണറായി സർക്കാർ സാധാരണക്കാർക്കൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് പെൻഷൻ വിതരണം. സ്ട്രോക്ക് വന്ന 14 വർഷമായി. സ്ട്രോക്ക് വന്നിരിപ്പായിട്ട് തീരെ കിടപ്പായിട്ട് ഇപ്പോൾ 2 വർഷമായി. നല്ലൊരു കാര്യമാണ്. മരുന്ന് വാങ്ങിക്കാനും നമുക്കൊരു ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പം പെൻഷൻ കിട്ടുന്നത്. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1604 കോടി രൂപയാണ് ചെലവിടുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 35,400 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. പെൻഷൻ വിതരണത്തിന്റെ 98% സംസ്ഥാനമാണ് നൽകുന്നത്. 2023 മുതൽ 419 കോടി രൂപ സംസ്ഥാനത്തിന് പെൻഷൻ വിഹിതത്തിൽ കേന്ദ്രം നൽകാനുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങില്ലെന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ വാക്കാണ് പാലിക്കപ്പെടുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.